നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭയ്ക്ക് 6.65 കോടിയുടെ വാർഷിക പദ്ധതി. മാലിന്യ സംസ്കരണത്തിന് ഊന്നൽ. നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ നീക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ്. നടപ്പാക്കുന്നത് സർവകക്ഷി യോഗത്തിലെ തീരുമാനമല്ലെന്ന യൂത്ത് കോൺഗ്രസ്. വിലക്കയറ്റം. LDF തൊടുപുഴ ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭയുടെ 6.65 കോടി രൂപയുടെ വാർഷിക പദ്ധതിക്ക് കൗൺസിൽ അംഗീകാരം നൽകി. ഉറവിട മാലിന്യ സംസ്കരണത്തിനും പ്ലാസ്റ്റിക് റീസൈക്ലിംഗിനും പദ്ധതി മുന്തിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. തൊടുപുഴ നഗരസഭയിൽ 2012-13 സാമ്പത്തിക വർഷം 6.65 കോടി രൂപയുടെ അടങ്കൽ പദ്ധതിക്ക് നഗരസഭാ കൗൺസിൽ അംഗീകാരം നൽകി. നഗരസഭാ പ്രദേശത്ത് ഉറവിട മാലിന്യ സംസ്കരണത്തിന് 1,40 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കും. ഇതിൽ 70 ലക്ഷം രൂപ സർക്കാരിൻ്റെയും 35 ലക്ഷം രൂപ നഗരസഭയുടെയും 35 ലക്ഷം രൂപ ഗുണഭോക്താവിൻ്റെയും വിഹിതമാണ്. വീടുകളിൽ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മൊത്തമുള്ള ചെലവിൽ 75% സബ്സിഡിയായി നൽകും. ഇതിനു പുറമെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് സ്ഥാപിക്കുവാൻ 17 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കും. ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാത്ത വീടുകളിൽ പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കും. ഇതിൻ്റെ മൊത്തം ചെലവിൻ്റെ 90% സബ്സിഡിയായി നൽകും. മുനിസിപ്പാലിറ്റിയിലെ ഓരോ വാർഡിലും 9,40,000 രൂപ വീതമുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കും. മെയിൻ്റനൻസ് റോഡ്സ് എന്ന ഹെഡിൽ 3,40,000 രൂപ വീതവും പദ്ധതി വിഹിതത്തിൽ 4 ലക്ഷം രൂപയും തനത് ഫണ്ട് 2 ലക്ഷം രൂപയും വീതമാണ് വാർഡിലേക്ക് ലഭിക്കുക. മൊത്തമുള്ള പദ്ധതിയിൽ വനിതകൾക്കായുള്ള പദ്ധതിക്ക് 10% തുക ചെലവഴിക്കും. വൃദ്ധ വികലാംഗ വിഭാഗത്തിന് 5% മാറ്റിവെച്ചിട്ടുള്ളത്. പട്ടികജാതി വിഭാഗത്തിനായി 50,86,000 രൂപ ചിലവഴിക്കും. ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിക്ക് 60 ലക്ഷം രൂപയും സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് 28,90,000 രൂപയും ചിലവഴിക്കും. ഇതിൽ താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് 8 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അംഗൻവാടി പോഷകാഹാര വിതരണത്തിന് 10 ലക്ഷം രൂപ ചിലവഴിക്കും. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ 8 ലക്ഷം രൂപ അനുവദിച്ചു. താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമതിൽ നിർമ്മാണത്തിന് 20 ലക്ഷം രൂപ അനുവദിച്ചു. പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടിക്ക് 2 ലക്ഷം രൂപയും ആശുപത്രികളിൽ മരുന്ന് വാങ്ങാൻ 2.5 ലക്ഷം രൂപയും ചിലവഴിക്കും. വിദ്യാഭ്യാസ, കായിക, കലാ, സാംസ്കാരിക പദ്ധതികൾക്ക് 32 ലക്ഷം രൂപ മാറ്റിവെച്ചു. കോതായിക്കുന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് യാർഡ് മെയിൻ്റനൻസിന് 5 ലക്ഷം രൂപ അനുവദിച്ചു. മുനിസിപ്പൽ സ്റ്റേഡിയം ജോലികൾ പൂർത്തിയാക്കുവാൻ 3 ലക്ഷം രൂപയും ടൗൺ ഹാൾ മെയിൻ്റനൻസിന് 5 ലക്ഷം രൂപയും ചിലവഴിക്കും. പൊതുജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനുമായി 32 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുള്ളതായി ചെയർമാൻ TJ ജോസഫ് അറിയിച്ചു. തൊടുപുഴ നഗരത്തിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നത് ഭരണാനുകൂല സംഘടന തന്നെ തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലാണ് മുനിസിപ്പൽ ജീവനക്കാരെ തടഞ്ഞത്. സംഘടന ലോക്സഭാ മണ്ഡലം സമ്മേളനത്തിന് മുന്നോടിയായി സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ നീക്കുന്നു എന്നാണ് പരാതി. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ വ്യാപകമായി പരസ്യപ്രചാരണ സംവിധാനം ഏർപ്പെടുത്താനിരിക്കെയാണ് നഗരത്തിലെ അനധികൃതമായ പരസ്യ ബോർഡുകളും നെയിം ബോർഡുകളും നീക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ പരിവാർ സംഘടനകളാണ് എതിർപ്പുമായി ആദ്യം രംഗത്തെത്തിയത്. രാവിലെ 11 മണിയോടെ നീക്കൽ നടപടികൾ ആരംഭിച്ചപ്പോൾ യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും എതിർപ്പുമായി രംഗത്തെത്തി. മുനിസിപ്പൽ ഓഫീസിന് സമീപത്തു നിന്നാണ് നടപടി ആരംഭിച്ചത്. മുനിസിപ്പൽ ചിൽഡ്രൻസ് പാർക്കിന് PK സന്തോഷ് കുമാർ പാർക്ക് എന്ന് പേരിട്ട യുവമോർച്ച സ്ഥാപിച്ച ബോർഡ് എടുത്തുമാറ്റുന്നത് യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞു. തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഈ മാസം അവസാനം നടക്കാനിരിക്കുന്ന ലോക്സഭാ മണ്ഡലം സമ്മേളനത്തിന്റെ പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്യുന്നു എന്നാണ് ആരോപണം. മാർഗതടസ്സമുണ്ടാക്കി സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യാനാണ് സർവകക്ഷി യോഗ തീരുമാനമെന്നും എന്നാൽ നഗരസഭാ ജീവനക്കാർ നഗരത്തിലും പരിസരത്തും സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ബോർഡുകളും നീക്കം ചെയ്യുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു.
പ്രതിഷേധ സൂചകമായി മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. നേതാക്കളായ ഡീൻ കുര്യാക്കോസ്, ജിയോ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. അവിടെ ആർക്കും യാതൊരു വിധത്തിലുമുള്ള അസൗകര്യവുമില്ലാതെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ലോക്സഭാ കമ്മിറ്റിയുടെ സമ്മേളനം സൂചിപ്പിക്കുന്ന ബോർഡ് കഴിഞ്ഞ ദിവസം ഈ നഗരസഭയുടെ അധികൃതർ എടുത്തു മാറ്റിയിരിക്കുകയാണ്. യാതൊരു വിധത്തിലുമുള്ള ദയാദാക്ഷിണ്യവുമില്ലാതെ ഇവർ പ്രവർത്തിക്കുന്നത് ജനവിരുദ്ധമാണ് എന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ, ഇവിടെ 6 മാസക്കാലം മുമ്പ് ചെയ്യേണ്ട കാര്യം ഇവിടെ ഈ 50-ാം മണിക്കൂറിൽ നടത്തുന്നത് ജനവിരുദ്ധമാണ്. ഞങ്ങളുടെ പാർലമെന്റ് കമ്മിറ്റിയുടെ സമ്മേളനം നടക്കാൻ പോകുന്നു. സമ്മേളനവുമായി ബന്ധപ്പെട്ട് ന്യായമായ പ്രചരണം മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് അനുവദിക്കാതെ, ഇവിടെ അത് അംഗീകരിക്കാതെ ഏകപക്ഷീയമായി നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റി ഇവിടെ നടപടി സ്വീകരിക്കുന്നില്ല? അനധികൃതമായി ഇവിടെ കയ്യേറിയിട്ടുണ്ട് എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റി അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല? ഏകപക്ഷീയമായി ഇവർ തുടങ്ങിയിരിക്കുന്ന ഈ നടപടികൾ പിൻവലിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇടുക്കി ജില്ലാ പ്രവാസി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് മുട്ടത്ത് മന്ത്രി പി.കെ. ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം.ടി. തോമസിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ്. കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഐസക് തോമസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദു സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സൊസൈറ്റി പ്രസിഡന്റ് പി.എൽ. മാത്യു സ്വാഗതം ആശംസിച്ചു. പലപ്പോഴും പല ഘട്ടങ്ങളിലും നമ്മുടെ നാട്ടിലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. പൊതുസമൂഹം എന്നും നന്ദിയോടെ ഓർക്കേണ്ട ഒരു വിഭാഗമാണ് പ്രവാസികളായ മലയാളികൾ. മറ്റു ഗൾഫ് നാടുകളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ ചോര വീർപ്പാക്കി അധ്വാനിച്ച് അവർ ഇവിടെ നാട്ടിൽ എത്തുമ്പോൾ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരു സഹകരണ സംഘം രൂപീകരിക്കുന്നതിന് തുടക്കം കുറിക്കുന്നതിലൊക്കെ നേതൃത്വം വഹിച്ച മുഴുവൻ ആളുകളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇത് ഈ നാടിന്റെ മറ്റെല്ലാ ജില്ലകളിലും പ്രവാസി കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ വളരെ നല്ല സൊസൈറ്റി രൂപീകരിക്കുന്നതോടൊപ്പം വളരെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ LDF നേതൃത്വത്തിൽ തൊടുപുഴ ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപരോധിച്ചു. വിലക്കയറ്റം തടയുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. CPM ജില്ലാ സെക്രട്ടറി കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. വി മത്തായി, കെ സലീംകുമാർ, പി ജോയ്, AP തോമസ്, TV പാപ്പു, TR സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. APL, BPL വ്യത്യാസമില്ലാതെ രാജ്യത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും 2 രൂപ നിരക്കിൽ 35 കിലോഗ്രാം ഭക്ഷ്യധാന്യം വിതരണം ചെയ്യണമെന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ജൂലൈ മാസം 30-ാം തീയതി മുതൽ ആഗസ്റ്റ് മാസം 3-ാം തീയതി വരെ കേന്ദ്ര പാർലമെന്റിന് മുമ്പിൽ 10,000-കണക്കിന് പട്ടിണി പാവങ്ങൾ അണിനിരന്ന സത്യാഗ്രഹ സമരം നടത്തുകയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് പട്ടിണി പാവങ്ങൾ ജീവിക്കുവാൻ വേണ്ടി നടത്തിയ പോരാട്ടങ്ങളിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമരമായിരുന്നു 5 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഡൽഹിക്ക് ചുറ്റുവട്ടമുള്ള ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ 10,000 5 ദിവസക്കാലം ഡൽഹി സത്യാഗ്രഹ സമരം നടത്തി. ആ സമരത്തിന്റെ അവസര ദിവസം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കുകയും ഈ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന് ശക്തിയായി ആവശ്യപ്പെടുകയും ചെയ്തു. നിവേദനത്തിൽ പറഞ്ഞ ഇടവെട്ടി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെപ്റ്റംബർ 19 പഞ്ചായത്തുകൾക്ക് മുന്നിൽ നടത്താനിരുന്ന ധർണയ്ക്ക് മുന്നോടിയായാണ് കൺവെൻഷൻ നടത്തിയത്. യൂണിയൻ സെക്രട്ടറി TM മുജീബ് അധ്യക്ഷനായിരുന്നു.
അംഗൻവാടി വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. MM മാത്യു, ഉഷ സോമൻ എന്നിവർ സംസാരിച്ചു. 100 ദിവസത്തെ പണി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവരൊക്കെ തന്നെ വലിയ സമ്പന്ന കുടുംബങ്ങളിലെ ആളുകൾ ഒന്നും തന്നെയല്ല. പാവപ്പെട്ട ആളുകൾ, BPL ലിസ്റ്റിൽപ്പെട്ട ആളുകൾ, കുറച്ച് ആളുകൾ APL ലിസ്റ്റിലൊക്കെ പെട്ടത് വരും. പക്ഷേ ഭൂരിപക്ഷം സ്ത്രീകളും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സ്ത്രീകൾക്ക് കുറഞ്ഞത് 100 ദിവസത്തെ ജോലിയെങ്കിലും ഉണ്ടെങ്കിലേ ഇന്നത്തെ ഈ വിലക്കയറ്റത്തിന്റെ സാഹചര്യത്തില്, ചികിത്സാ ചെലവ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തില്, വിദ്യാഭ്യാസ ചെലവ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തില് ഒരു ചെറിയ വരുമാനം കുടുംബത്തിലേക്ക് ഉണ്ടാകണമെങ്കിൽ കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിലെങ്കിലും ലഭ്യമാകും. എന്നാൽ നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നത് 200 ദിവസം തൊഴിൽ വേണമെന്നാണ് നമ്മുടെ സംഘടന ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ ഈ 164 രൂപ എന്ന കൂലി അത് തികച്ചും അപര്യാപ്തമാണ്. കാരണം നമുക്ക് റേഷൻ അരിക്ക് അർഹത ഇല്ലാത്തവരാണ് എങ്കിൽ 1 കിലോ അരിക്ക് 30, 33, 36 രൂപ വരെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോ ചാളയുടെ വില നിങ്ങൾക്കറിയാം 60 രൂപയായി. കിളിമീൻ ഇന്നലെ 1 കിലോ മേടിച്ചപ്പോ 80 രൂപയായി, 1/2 കിലോ മേടിച്ചുള്ളൂ. അപ്പം എല്ലാത്തിനും വില. കേരള വിശ്വകർമ്മ സഭ തൊടുപുഴ താലൂക്ക് യൂണിയൻ സമ്മേളനം സെപ്റ്റംബർ 17 നടക്കും. ശോഭയാത്ര, പൊതുസമ്മേളനം എന്നിങ്ങനെയാണ് പരിപാടികളെന്ന് ജില്ലാ പ്രസിഡന്റ് MS വിനയരാജ് അറിയിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്ക് മങ്ങാട്ടുകവലയിൽ നിന്നും ആരംഭിക്കുന്ന ശോഭായാത്ര അത് ടൗണിൽ ചുറ്റി 4 മണിയോട് കൂടിയിട്ട് മുനിസിപ്പൽ മൈതാനത്തിൽ വരുമ്പോൾ അവിടെയാണ് പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനം ബഹുമാന്യനായിട്ടുള്ള ഇടുക്കി MP PT തോമസ് അവർ ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം ഇടുക്കി ജില്ലാ സഹകരണ ഭവൻ പ്രവർത്തനം ആരംഭിച്ചു. പെൻഷൻ ഭവന് സമീപമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സഹകരണ വകുപ്പിലെ തൊടുപുഴ താലൂക്കിലെ ജനറൽ വിഭാഗം ഓഫീസും ഓഡിറ്റ് വിഭാഗം ഓഫീസും സഹകരണ ഭവനിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തനോദ്ഘാടനം തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ VV മത്തായിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ CC തോമസും ഇടുക്കി ജോയിന്റ് ഡയറക്ടർ മാത്യു ജോസഫും ചേർന്ന് സംയുക്തമായി നിർവഹിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് സ്വന്തമായ ഒരു കെട്ടിടം നിർമ്മിച്ചത് 5 വർഷം ആയെങ്കിലും നാളിതുവരെ ഇതിന്റെ നമ്മുടെ AR ഓഫീസിന്റെ പ്രവർത്തനം ഇങ്ങോട്ട് മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുണ്ടായ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ ചെയർമാൻ സംസാരിച്ചു കഴിഞ്ഞു. ഏതായാലും ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ നമ്മുടെ ഓഫീസ് ഒരു സ്ഥിരം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും സൗകര്യമുള്ള ഒരു ഓഫീസാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ്. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടം നമുക്കറിയാം, വളരെ പരിമിതമായ സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. വലിയ വാടക കൊടുത്തിരുന്നു. പലർക്കും കയറി എത്താൻ പറ്റാത്തതുപോലെ 3-ാം നിലയിലായിരുന്നു. എന്നൊക്കെ പോലെയുള്ളൊരു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭയ്ക്ക് 6.65 കോടിയുടെ വാർഷിക പദ്ധതി. മാലിന്യ സംസ്കരണത്തിന് ഊന്നൽ. നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ നീക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ്. നടപ്പാക്കുന്നത് സർവകക്ഷി യോഗത്തിലെ തീരുമാനമല്ലെന്ന യൂത്ത് കോൺഗ്രസ്. വിലക്കയറ്റം. LDF തൊടുപുഴ ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപരോധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.